of subtraction of faces ആണ്. Okay. സോ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് റെക്ടാങ്കുലർ ഫോമിലാണ്. സോ ഇൻ പോളാർ ഫോമിലാണ് നിങ്ങൾക്ക് തന്നതെങ്കിലും യു ഹാവ് ടു കൺവേർട്ട് ദി ഫേസർ ഇൻ ടു റെക്ടാങ്കുലർ ഫോം. ഓക്കെ. സോ അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും റെക്ടാങ്കുലർ ഫോമിൽ ചെയ്യുമ്പോൾ യു ഹാവ് ടു ആഡ് ദി റിയൽ പാർട്ട് ദെൻ പ്ലസ് ജെ ഇൻറ്റു യു ഹാവ് ടു ആഡ് ദി ഇമാജിനറി പാർട്ട്. ഓക്കെ. സോ അതാണ് അഡീഷൻ്റെ സബ്ട്രാക്ഷൻ്റെയും കേസ്. സോ V1 V2 രണ്ട് ഫേസസ് ആഡ് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ റിയൽ പാർട്ട് ആഡ് ചെയ്യുക പ്ലസ് ജെ ഇൻറ്റു ഇമാജിനറി പാർട്ട്. ഓക്കെ. സോ ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിലും യു ഹാവ് ടു സബ്ട്രാക്ട് റിയൽ പാർട്ട് ദാറ്റ് ഈസ് 2 മൈനസ് 1 പ്ലസ് ജെ ഇൻറ്റു ദെൻ സെപ്പറേറ്റ് ഇമാജിനറി പാർട്ട് സബ്ട്രാക്ട് ചെയ്ത് എഴുതാം. ഓക്കെ. സോ ദിസ് ഇസ് ദ കേസ് ഓഫ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. സോ നെക്സ്റ്റ് വി ഹാവ് ടു ലുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. Okay, so in multiplication and division it can be easily done when they are in polar form. Okay, so addition and subtraction നമ്മൾ ചെയ്യുന്നത് rectangular ഫോമിലായിരുന്നു. പക്ഷെ at the same time മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പോളാർ ഫോമിലാണ്. Okay, so if two faces are given in polar form you can easily multiply or divide these two faces. Okay, if it is given in rectangular form, first you have to convert this rectangular form into polar form. After that you have to do the multiplication and division. Okay, so എങ്ങനെയാണ് പോളാർ ഫോമിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യുന്നത്? Okay, so multiplication ആണെങ്കിൽ in polar form you have to multiply the magnitude. ഓക്കെ, അപ്പോൾ പോളാർ ഫോമിൽ നിങ്ങൾക്ക് തന്നിരിക്കാം മാഗ്നിറ്റ്യൂഡ് ആംഗിൾ ഫോമിലായിരിക്കും. സോ രണ്ട് ഫേസസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു മൾട്ടിപ്ലൈ ദി മാഗ്നിറ്റ്യൂഡ് ദെൻ യു ഹാവ് ടു ആഡ് ദി ഫേസ് ആംഗിൾസ്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഫേസസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോളാർ ഫോമിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യുക ദെൻ ഫേസ് ആംഗിൾസ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഫേസ് ആംഗിൾ മൾട്ടിപ്ലൈ അല്ല, അത് ഓർത്തിരിക്കണം. In multiplication you have to multiply the magnitudes and add the phase angles. Okay, so ഇപ്പോൾ ഇവിടെ രണ്ട് എക്സാമ്പിൾ നോക്കുക. V1 V2 രണ്ട് ഫേസസ് തന്നിട്ടുണ്ട്. V1 equal to 2 angle 30 and V2 equal to 6 angle 20. Okay, if you want to multiply V1 and V2, അതായത് V1 V2 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ റിസൾട്ടൻ്റ് നമ്മൾ V3 എന്ന് എഴുതി. ഓക്കെ, സോ V3 equal to V1 into V2. സോ ഈ കേസിൽ എന്താണ് ചെയ്യുന്നത്? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 2 into 6. ഓക്കെ, സോ മൾട്ടിപ്ലൈ ദി മാഗ്നിറ്റ്യൂഡ് ദെൻ ആംഗിൾ ഫേസ് ആംഗിൾ ആഡ് ചെയ്യുക, അതായത് 30 plus 20. ഓക്കെ, ഈ എക്സാമ്പിൾ എഴുതി വെക്കുക, അതിൻ്റെ കൂടെ തന്നെ അവിടെ എഴുതി വെക്കുക മൾട്ടിപ്ലൈ ദി മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ആഡ് ദി ഫേസ് ആംഗിൾ. ഓക്കെ, സോ അതാണ് മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യുക ദെൻ ഫേസ് ആംഗിൾസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഡിവിഷൻ ആണ് വരുന്നതെങ്കിലോ V2 ഡിവൈഡ് ബൈ V1. സോ V2 ഡിവൈഡ് ബൈ D1 ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഇസ് V2ൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഇവിടെ V2ൻ്റെ മാഗ്നിറ്റ്യൂഡ് 6 ആണ് ആൻഡ് V1ൻ്റെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്. ഓക്കെ, സോ ഡിവൈഡ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് സബ്ട്രാക്ട് ദി ഫേസ് ആംഗിൾസ്. അപ്പോൾ ഡിവിഷൻ ആണ് ചെയ്യേണ്ടതെങ്കിൽ എന്താ ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യുക ദെൻ ഫേസ് ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അറ്റ് ദ സെയിം ടൈം മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഫേസ് ആംഗിൾസ് ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഡിവിഷനിൽ ഡിവൈഡ് ദി മാഗ്നിറ്റ്യൂഡ്സ് ദെൻ സബ്ട്രാക്ട് ദി ഫേസ് ആംഗിൾസ്. ഓക്കെ, സോ ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നത് പോളാർ ഫോമിലാണ്. സോ എഴുതി വെക്കുക മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എക്സാമ്പിളും എഴുതി വെക്കുക. ദെൻ എക്സാമ്പിൾ എഴുതിയിട്ടാകുമ്പം അതിൻ്റെ താഴെയായിട്ട് എഴുതി വെക്കുക മൾട്ടിപ്ലിക്കേഷൻ multiply the magnitudes and add the phase angle, and in division divide the magnitudes and subtract the phase angles. Okay, so ഇതാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ്റെ കേസിൽ. അപ്പോൾ 4 മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓർത്തിരിക്കുക. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അഡീഷനും സബ്ട്രാക്ഷനും റെക്ടാങ്കുലർ ഫോമിലാണ് ചെയ്യുന്നത്. സോ റിയൽ പാർട്ട് ആഡ് ചെയ്യുക, അതുപോലെ ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക. ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിൽ റിയൽ പാർട്ടിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക, അത് സബ്ട്രാക്ട് ചെയ്യുക, അതുപോലെ ഇമാജിനറി പാർട്ടും സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ
മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യുന്നത് പോളാർ ഫോമിലാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ആഡ് ദി ഫേസ് ആംഗിൾസ്, ആൻഡ് ഡിവിഷൻ ഡിവൈഡ് ദി മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് സബ്ട്രാക്ട് ദി ഫേസ് ആംഗിൾസ്. ഓക്കെ, സോ ഇത്രയാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനിൽ വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദി വോൾട്ടേജ് അക്രോസ് ദി ടെർമിനൽസ്. ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദി terminal A and B of the circuit. Find the voltage across the terminal A and B of the circuit. എന്നിട്ട് ഈ ഒരു സർക്യൂട്ടും വരക്കാം. ഫൈൻഡ് ദി സർക്യൂട്ട് അല്ല, രണ്ട് വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, ഫൈൻഡ് ദി വോൾട്ടേജ് അക്രോസ് ദി ടെർമിനൽ A and B of the circuit. A എന്ന് പറയുന്ന ടെർമിനൽ, ദെൻ ഒരു സോഴ്സ് മാർക്ക് ചെയ്യുക 3 ആംഗിൾ 0, ദെൻ അടുത്ത സോഴ്സ് 4 ആംഗിൾ 180, ദെൻ പോയിന്റ് ബി. ഇത് വരച്ചിടുക. ഫൈൻഡ് ദി വോൾട്ടേജ് അക്രോസ് ദി ടെർമിനൽ എ ആൻഡ് ബി ഓഫ് ദി സർക്യൂട്ട്. എ എന്ന് പറയുന്ന പോയിന്റ്, ദെൻ ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സ് 3 ആംഗിൾ 0, ദെൻ ഇവിടെ 4 ആംഗിൾ 180. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദി വോൾട്ടേജ് അക്രോസ് ദി ടെർമിനൽ എ ആൻഡ് ബി ഓഫ് ദി സർക്യൂട്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ടെർമിനൽ ഇവിടെയാണ്, ബി എന്ന് പറയുന്ന ടെർമിനൽ ഇവിടെയാണ്. ഓക്കെ, സോ ഇതിന് രണ്ടിനും അക്രോസ് ഉള്ള വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ രണ്ട് സൈനസോയിഡൽ വോൾട്ടേജ് സോഴ്സ് തന്നിട്ടുണ്ട്, ദെൻ അത് പോളാർ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഇത് മാർക്ക് ചെയ്ത് വെക്ക്. 3 ആംഗിൾ 0, ഈ വോൾട്ടേജ് സോഴ്സിന് തന്നിരിക്കുന്നത് 3 ആംഗിൾ 0 ആണ്. ദെൻ ഈ വോൾട്ടേജ് സോഴ്സ് തന്നിരിക്കുന്നത് എന്താണ്? 4 ആംഗിൾ 180 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യണം? ഫൈൻഡ് ദി വോൾട്ടേജ് അക്രോസ് ടെർമിനൽസ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എക്കും ബിക്കും അക്രോസ് എന്തുണ്ട്? രണ്ട് വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, സോ 3 ആംഗിൾ 0ന് ഒരു വോൾട്ടേജ് V1 ആയിട്ട് എടുക്കുക, 4 ആംഗിൾ 180നെ V2 ആയിട്ട് എടുക്കുക. സോ വോൾട്ടേജ് അക്രോസ് എ ബി ഈക്വൽ ടു എന്താണ്? V1 പ്ലസ് V2 ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ഏത് ഫോമിലാണ്? പോളാർ ഫോമിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, സോ അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ ഏതിലാണ് ചെയ്യുന്നത്? ഏത് ഫോമിലാണ് ചെയ്യുന്നത്? അഡീഷനും സബ്ട്രാക്ഷനും ഏത് ഫോമിലാണ് ചെയ്യുന്നതെന്നാ പറഞ്ഞത്? റെക്ടാങ്കുലർ ഫോമിൽ. ഓക്കെ, സോ തന്നിരിക്കുന്നത് പോളാർ ഫോമിലാണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന പോളാർ ഫോമിനെ റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന V1 3 ആംഗിൾ 0 ആണ്, ദെൻ V2 4 ആംഗിൾ 180 ആണ്. സോ ആദ്യം എന്ത് ചെയ്യാം? ഇതിന് രണ്ടിനെയും റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതായത് എക്സ് പ്ലസ് ജെ വൈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ എക്സ് പ്ലസ് ജെ വൈ ഫോമിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ്? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വെക്ടറിന് പോളാർ ഫോമിൽ തന്നിരിക്കുന്ന വോൾട്ടേജിന് റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ V1 ഈക്വൽ ടു 3 ആംഗിൾ 0 ആണ്. സോ അതിന് നമ്മൾ എന്ത് വേണം? x1 പ്ലസ് ജെ വൈ1 എന്നുള്ള ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ x1 ഈക്വൽ ടു എന്ത് എഴുതാം? x1 ഈക്വൽ ടു R1 കോസ് തീറ്റ 1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ R1ന്റെ വാല്യൂ എന്താണ്? 3 ആണ്, ആൻഡ് കോസ് തീറ്റ പറയുമ്പോൾ കോസ് 0. ഓക്കെ, സോ x1 ഈക്വൽ ടു R1 കോസ് തീറ്റ 1 എന്ന് എഴുതാം. 5 എന്ന് എഴുതേണ്ട, തീറ്റ എന്ന് എഴുതിക്കോ. R1 കോസ് തീറ്റ 1. സോ ഇവിടെ R1ന്റെ വാല്യൂ 3 ആൻഡ് കോസ് തീറ്റ പറയുമ്പോൾ കോസ് 0. കോസ് 0ന്റെ വാല്യൂ 1 ആണ്, അപ്പോൾ 3 ഇൻറ്റു കോസ് 0 3 വരും. ഓക്കെ, സോ x1 എന്ത് കിട്ടും? 3 കിട്ടും. ആൻഡ് y1 ഈക്വൽ ടു എന്താണ്? R1 സൈൻ തീറ്റ 1, അതായത് 3 ഇൻറ്റു സൈൻ 0. സൈൻ 0ന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഓക്കെ, സോ y1ന്റെ വാല്യൂ എന്ത് കിട്ടും? 0 കിട്ടും.
സോ ഫസ്റ്റ് വോൾട്ടേജിനെ റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? V1 ഈക്വൽ ടു 3 പ്ലസ് J0 എന്ന് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ ഇതൊക്കെ എഴുതിയെടുക്കണേ പ്രോബ്ലം. അതുപോലെ സെക്കൻഡ് വോൾട്ടേജ് സോഴ്സ് V2 എന്ന് പറയുന്നത് എന്താണ്? 4 ആംഗിൾ 180 ആണ്. സോ V2 നെ എന്ത് ചെയ്യാം? റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ V2 നെ നമുക്ക് റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ x2 പ്ലസ് JY2 എന്ന് എടുക്കാം. ഓക്കെ, സോ x2 എങ്ങനെ കണ്ടുപിടിക്കാം? R2 കോസ് തീറ്റ 2. സോ ഇവിടെ R എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ദെൻ തീറ്റ പറയുന്ന 180 ആണ്. അതായത് 4 കോസ് 180 വരും. ആൻഡ് കോസ് 180ൻ്റെ വാല്യൂ -1 ആണ്. സോ എന്ത് വരും? x2 -4 വരും. ദെൻ y2 എന്ന് പറയുന്നത് R സൈൻ 180. സൈൻ 180ൻ്റെ വാല്യൂ 0 ആണ്. സോ y2 വാല്യൂ 0 കിട്ടും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വോൾട്ടേജ് സോഴ്സിനെ റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്ത് കിട്ടും? -4 പ്ലസ് J0. സോ ഫസ്റ്റിനെ കൺവേർട്ട് ചെയ്തപ്പോൾ 3 പ്ലസ് J0 എന്ന് കിട്ടി. ദെൻ സെക്കൻഡ് വോൾട്ടേജ് സോഴ്സിനെ കൺവേർട്ട് ചെയ്തപ്പോൾ -4 പ്ലസ് J0 എന്ന് കിട്ടി. ഓക്കെ, സോ ഇനി എന്താണ്? വോൾട്ടേജ് അക്രോസ് AB എന്ന് പറയുന്നത് എന്താണ്? V1 പ്ലസ് V2 ആണ്. സോ V1 ഈക്വൽ ടു 3 പ്ലസ് J0 കിട്ടി. ആൻഡ് V2 ഈക്വൽ ടു -4 പ്ലസ് J0. രണ്ടും ആഡ് ചെയ്യാൻ മീൻസ് അതിൻ്റെ റിയൽ പാർട്സ് ആഡ് ചെയ്യാം. അതായത് 3 പ്ലസ് -4 പ്ലസ് J ഇൻറ്റു ഇതിൻ്റെ രണ്ടിനും ഇമാജിനറി പാർട്ട് 0 ആണ്. സോ പ്ലസ് J ഇൻറ്റു 0 പ്ലസ് 0. ഓക്കെ, സോ 3 - 4 -1 കിട്ടും, പ്ലസ് J 0 കിട്ടും. അപ്പോൾ അഗെയിൻ നമുക്ക് ഈ തന്നിരിക്കുന്നത് പോളാർ കോർഡിനേറ്റിലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ഇതിന് പോളാർ ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ആൻസർ. ഒന്നുകിൽ ഇങ്ങനെ ഈ ഒരു റെക്ടാങ്കുലർ ഫോമിലേക്ക് വെക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പോളാർ ഫോമിലായതുകൊണ്ട് പോളാർ ഫോമിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ പോളാർ ഫോമിലേക്ക് ഇതിനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? എക്സും വൈയും പറഞ്ഞാൽ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ R ഈക്വൽ ടു √(x² + y²). ഓക്കെ, സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ -1 ആണ്, വൈൻ്റെ വാല്യൂ 0 ആണ്. സോ √1 + 0 1 കിട്ടും. ദെൻ തീറ്റ വാല്യൂ tan ഇൻവേഴ്സ് y/x. tan ഇൻവേഴ്സ് y/x എടുക്കുമ്പോൾ എന്ത് വരും? tan ഇൻവേഴ്സ് y വാല്യൂ 0 ആണ്, x വാല്യൂ -1 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 0 എഴുതാൻ പറ്റില്ല, കാരണം tan ഇൻവേഴ്സ് y/x, അതായത് yൻ്റെ വാല്യൂ 0യും എക്സിൻ്റെ വാല്യൂ -1. x -1 എന്ന് പറയുമ്പോൾ എവിടെയല്ലേ വരിക? x -1 ആൻഡ് y 0. ഓക്കെ, അപ്പോൾ tan ഇൻവേഴ്സ് 0/-1 എന്ന് പറയുമ്പോൾ വാല്യൂ നിങ്ങൾക്ക് 180 ഡിഗ്രിയാണ് കിട്ടും. ഓക്കെ, tan ഇൻവേഴ്സ് 0യും 0 ആണ്. അറ്റ് ദ സെയിം ടൈം tan ഇൻവേഴ്സ് tan ഇൻവേഴ്സ് 180 പറഞ്ഞാൽ എന്താണ്? tan ഓഫ് 180 പറഞ്ഞാൽ എന്താണ്? അതും 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ tan ഇൻവേഴ്സ് 0/-1 ആയതുകൊണ്ട് തന്നെ ആംഗിൾ 180 ആണ് വരിക. സോ 1 ആംഗിൾ 180 ഡിഗ്രി. ഈ റിസൾട്ടിനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ നിങ്ങൾ മാത്സിൽ പഠിക്കുന്നില്ലേ? tan ഇൻവേഴ്സ് 0/-1 വരികയാണെങ്കിൽ, അതായത് സൈനിൻ്റെ വാല്യൂ 0യും കോസിൻ്റെ വാല്യൂ -1 വരണമെങ്കിൽ ആംഗിൾ എന്തായിരിക്കും? 180 വരണം. ഓക്കെ, അതല്ല ഇവിടെ tan ഇൻവേഴ്സ് 0/1 ആയിരുന്നെങ്കിൽ 0 എന്ന് എഴുതായിരുന്നു. അതായത് cos 0 1ഉം sin 0 0 ആണ്. ഇവിടെ എന്താണ്? 0/-1 ആണ് വരുന്നത്. അതായത് sin 0 0 ആണ്, പക്ഷെങ്കിൽ ഇവിടെ cos 0 -1 അല്ല, cos 180 ആണ് വരുന്നത്. സോ അതുകൊണ്ടാണ് തീറ്റയുടെ വാല്യൂ 180 വരുന്നത്. 1 ആംഗിൾ 180. ഓക്കെ, സോ ഇത്രയാണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ വരുന്നത്. ഫേസർ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അനാലിസിസ് ഓഫ് സർക്യൂട്ട്. ഓക്കെ, സോ അനാലിസിസ് ഓഫ് AC സർക്യൂട്ട് ആണ്. ദെൻ അനാലിസിസ് ഓഫ് AC സർക്യൂട്ട് വിത്ത് റെസിസ്റ്റൻസ് ഓൺലി ഉണ്ട്, ദെൻ ഇൻഡക്ടർ ഓൺലി, ദെൻ കപ്പാസിറ്റർ ഓൺലി. ദെൻ ഇതിൻ്റെ കോമ്പിനേഷൻസ് വരുമ്പോൾ, അതായത് റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്, ദെൻ റെസിസ്റ്റർ ആൻഡ് ഇൻഡക്ടർ, അത് കഴിഞ്ഞിട്ട് RLC, അതായത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, മൂന്നിൻ്റെയും കോമ്പിനേഷൻ വരുന്ന കേസും ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് നോക്കാം. സോ ടൈപ്സ് ഓഫ് AC സീരീസ് സർക്യൂട്ട്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് കേസ് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്.
So purely resistive circuit എന്ന് പറയുമ്പോൾ എ സി സർക്യൂട്ട് ആണ്. പ്യുവർലി റെസിസ്റ്റീവ് മീൻസ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് റെസിസ്റ്റീവ് എലമെന്റ് മാത്രമായിരിക്കും വരും. ഓക്കെ, ഇൻഡക്ടൻസോ കപ്പാസിറ്റൻസോ ഒന്നും വരുന്നില്ല. പ്യുവർ റെസിസ്റ്റൻസ് ആണ്. അതാണ് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം വരച്ചെടുക്കുക. ഒരു പ്യുവർ റെസിസ്റ്റൻസ് കണക്റ്റഡ് അക്രോസ് ആൻ എ സി സോഴ്സ്. സോ എ സി സോഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വി എം സൈൻ ഒമേഗ ടി. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെല്ലാം അനാലിസിസ് ചെയ്തേക്കുന്നത് ഡി സി ആണ്. ഇതിപ്പോൾ എന്ത് വന്നു? എ സി വന്നു. ഓക്കെ, സോ റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ് അക്രോസ് എ വോൾട്ടേജ് സോഴ്സ്, എ സി വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ എ സി വോൾട്ടേജ് സോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വി എം സൈൻ ഒമേഗ ടി ആണ്. ദെൻ റെസിസ്റ്റൻസ് ആറ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വോൾട്ടേജ് സോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ദെൻ we have to find the value of current flowing through this resistor, and we have to find the value of instantaneous power and average power. Okay, so ഇത്രയാണ് അനാലിസിസിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ് സോഴ്സ് അപ്ലൈ ചെയ്തു, റെസിസ്റ്ററിന് അക്രോസ്. So let the alternating voltage applied across the circuit be given by the equation V equal to Vm sin omega t. Okay, ഈ റെസിസ്റ്ററിന് അക്രോസ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു വോൾട്ടേജ് ആണ് എന്ത്? വി എം സൈൻ ഒമേഗ ടി. ഓക്കെ, സോ റെസിസ്റ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ് സോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ കറണ്ട് വിൽ ഫ്ലോസ് ത്രൂ ദിസ് റെസിസ്റ്റൻസ്. അല്ലേ, ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ് സോഴ്സ്, റെസിസ്റ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തു. അതെന്താ? റെസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ എ സി ആണേലും ഡി സി ആണേലും റെസിസ്റ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റർ ഐ ഈക്വൽ ടു എന്താണ്? റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ എന്താണ്? വോൾട്ടേജ് വിയും റെസിസ്റ്റൻസ് ആറും ആണെങ്കിൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി റെസിസ്റ്റർ ആർ ഐ ഈക്വൽ ടു വി ബൈ ആർ. വി ബൈ ആർ. ഓക്കെ, സോ ഐ ഈക്വൽ ടു വി ബൈ ആർ ആണ്. ദെൻ ഇവിടെ എ സി വോൾട്ടേജ് ആണ്. സോ ഈ വിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. ഓക്കെ, സോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ ഐ ഈക്വൽ ടു വി ബൈ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? വിക്ക് പകരം വി എം സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. ഓക്കെ, സോ ദ ഇൻസ്റ്റന്റേനിയസ് അത് ഇവിടെ ഒന്നുകൂടെ എഴുതിയതാണ്. ഓക്കെ, വോൾട്ടേജ് വി എം സൈൻ ഒമേഗ ടി ആണ്. സോ ദെൻ ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി റെസിസ്റ്റർ ഈക്വൽ ടു എന്ന് എഴുതാം? വി ബൈ ആർ എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് വോൾട്ടേജ് വി ഈക്വൽ ടു എന്താ? വി എം സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ, വിക്ക് പകരം വി എം സൈൻ ഒമേഗ ടി. ഇത് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കല്ലേ, ഇക്വേഷൻസ് ഒക്കെ എഴുതിയെടുക്കുക എല്ലാവരും. ഐ ഈക്വൽ ടു വി ബൈ ആർ, അത് വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി വരും. ഓക്കെ, വി എം സൈൻ ഒമേഗ ടി ബൈ ആർ. സോ നമുക്ക് എന്ത് കിട്ടി? ഐ ഈക്വൽ ടു കറണ്ട് ഈക്വൽ ടു വി എം ബൈ ആർ ഇൻറ്റു സൈൻ ഒമേഗ ടി. സോ ഈ വി എം ബൈ ആർ ഇൻറ്റു സൈൻ ഒമേഗ ടീനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഐ എം സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. വേർ ഐ എം ഈക്വൽ ടു വി എം ബൈ ആർ. ഓക്കെ, സോ ദിസ് വി എം ബൈ മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസിനെ മാക്സിമം കറണ്ട് ഐ എം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. സോ കറണ്ട് ഐ ഈക്വൽ ടു എന്ത് എഴുതാം? ഐ എം സൈൻ ഒമേഗ ടി. ഓക്കെ, ആൻഡ് വേർ ഐ എം ഈക്വൽ ടു വി എം ബൈ ആർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു വോൾട്ടേജ് സോഴ്സ് വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ് ഒരു റെസിസ്റ്ററിന് അക്രോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ ഐ ഈക്വൽ ടു എന്താണ്? ഐ എം സൈൻ ഒമേഗ ടി, വേർ ഐ എം ഈക്വൽ ടു വി എം ബൈ ആർ. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒരു വോൾട്ടേജ് സോഴ്സ് വി റെസിസ്റ്ററിന് അക്രോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി ആൻഡ് വേർ ഐ എം ഈക്വൽ ടു വി എം ബൈ ആർ. ഓക്കെ, ഇതൊന്നുമില്ല, സിമ്പിൾ നിങ്ങൾ ഡി സിയിൽ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ വേവ് ഫോംസ് പ്ലോട്ട് ചെയ്യാൻ. ഓക്കെ, സോ വി എന്ന് പറയുന്നത് എന്താണ്? ഇതിന് അക്രോസ് റെസിസ്റ്ററിന് അക്രോസ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സ് ആണ്. ഓക്കെ, വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. സോ വി എം സൈൻ ഒമേഗ ടി എന്ന് പറയുന്നതാണ് ഒരു സൈനുസോയിഡൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ വേവ് ഫോമിൽ വി എം സൈൻ ഒമേഗ ടി, അതായത് ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? വി എം സൈൻ ഒമേഗ ടി, റെസിസ്റ്ററിന് അക്രോസ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. ഓക്കെ, ആൻഡ്
ഈ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഇക്വേഷൻ എന്താ നമുക്ക് കിട്ടിയത്? I ഈക്വൽ ടു Im സൈൻ ഒമേഗ ടി. അപ്പൊ ഈ രണ്ട് വേവ് ഫോമും തമ്മിൽ ഫേസർ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫേസർ ഡിഫറൻസ് വരികയാണെങ്കിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇപ്പൊ വി എം സൈൻ ഒമേഗ ടി ആണെങ്കിൽ ഇവിടെ ഒരു ഫേസ് ആംഗിൾ ഡിഫറൻസ് വരികയാണെങ്കിൽ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 ഉണ്ടാവും. അതല്ല രണ്ടും ഒരേ സമയത്താണ് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എല്ലാം ഒക്കർ ചെയ്യുന്നെങ്കിൽ അവിടെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വി എം സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ റെസിസ്റ്ററിന് അക്രോസ് അല്ലെങ്കിൽ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐ എം സൈൻ ഒമേഗ ടി. സോ ഇവിടെ നമുക്ക് ഇക്വേഷനിൽ ഫേസ് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. വി എപ്പോഴാണോ മാക്സിമം ആവുന്നത് അതേ ടൈമിൽ തന്നെയാണ് കറണ്ട് മാക്സിമം വരിക. ഓക്കെ, ഈ വി എപ്പോഴാണോ മിനിമം ആവുന്നത് അല്ലെങ്കിൽ 0 ആവുന്നത് അതേ ടൈമിൽ തന്നെയാണ് കറണ്ടും 0 ആവുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും വേവ് ഫോം എങ്ങനെ പ്ലോട്ട് ചെയ്യാം? ഇതാണ് വോൾട്ടേജ്, ഈ ബ്ലൂ കളറിലുള്ളതാണ് വോൾട്ടേജ് വേവ് ഫോം എങ്കിൽ കറണ്ട് വേവ് ഫോം എന്തായിരിക്കും? അതിനേക്കാളും സ്മോളർ വാല്യൂ ആയിരിക്കില്ലേ? കാരണം നമുക്ക് കറണ്ടിന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടിയത്? വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആൻഡ് ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി ആണ്. സോ ഇവിടെ ഐ എമ്മിന്റെ വാല്യൂ എന്താണ്? ദിസ് വോൾട്ടേജ് വി എം ബൈ ആർ ആണ്. അതായത് വോൾട്ടേജ് മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്, അതാണ് ഐ എം കിട്ടുന്നത്. സോ എന്തായാലും ഈ ഐ എമ്മിന്റെ വാല്യൂ എന്താണ്? വോൾട്ടേജിനേക്കാളും ലോ വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് വേവ് ഫോം വരക്കുമ്പോൾ എങ്ങനെ വരക്കുന്നത്? വോൾട്ടേജ് വേവ് ഫോമിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടിയിട്ട് കറണ്ട് വേവ് ഫോമിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവായിട്ടും വരക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി വേവ് ഫോം ഫോർ ദി വോൾട്ടേജ് ആൻഡ് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ റെസിസ്റ്റർ. ഓക്കെ, ഇത് ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് വി എം സൈൻ ഒമേഗ ടി. ദെൻ അതേ ടൈമിൽ വി എം എപ്പോഴാണോ 0, വി എന്ന് പറയുന്ന വോൾട്ടേജ് എപ്പോഴാണോ 0 ആവുന്നത് അതേ ടൈമിൽ തന്നെ കറണ്ട് 0 ആവും. വോൾട്ടേജ് എപ്പോഴാണോ മാക്സിമം ആവുന്നത് സെയിം ടൈമിൽ തന്നെ എന്താവും? കറണ്ടും മാക്സിമം വാല്യൂ ആവും. ഓക്കെ, പക്ഷെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? വോൾട്ടേജിനേക്കാളും ലോ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. സോ അതുകൊണ്ട് ബ്ലൂ കളറിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് എന്താണ്? വോൾട്ടേജ് വേവ് ഫോം. ദെൻ ഈ വയലറ്റ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ് എന്ത്? കറണ്ട് വേവ് ഫോം. ഓക്കെ, സോ ഇത് തമ്മിൽ ഫേസർ ഡിഫറൻസ് ഒന്നുമില്ല. ഇങ്ങനെയാണ് റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും റെസിസ്റ്ററിന് അക്രോസ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും തമ്മിലുള്ള വേവ് ഫോം വരും. ഓക്കെ, സോ ഇനി ഇതിനെ ഫേസറിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ വരും? നമ്മളിപ്പോൾ വി ആർ എന്ന് പറയുന്ന ഫേസർ മാക്സിമം വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. വി ആർ എന്ന് പറയുന്ന വോൾട്ടേജ് ഫേസർ മാർക്ക് ചെയ്തു. ഓക്കെ, സോ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഫേസർ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ സെയിം ലൈനിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് വേവ് ഫോംസ്, അതായത് ഫേസ് ഷിഫ്റ്റ് 0 വരുന്നത്, ഫേസ് ഷിഫ്റ്റ് 90 വരുന്നത്, അതിൻ്റെയൊക്കെ വേവ് ഫോമും അതിൻ്റെ ഫേസേഴ്സും വരച്ചിരുന്നു. ഓക്കെ, സോ രണ്ട് വേവ് ഫോം തമ്മിൽ ഫേസ് ആംഗിൾ ഡിഫറൻസ് ഒന്നും വരുന്നില്ലെങ്കിൽ രണ്ടും എങ്ങനെ മാർക്ക് ചെയ്യും? ഒരേ ഡയറക്ഷനിൽ തന്നെ മാർക്ക് ചെയ്യും. ഓക്കെ, അതായത് ഇത് രണ്ടും 0 ആവുന്നതും മാക്സിമം ആവുന്നതും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ 0 ആവുന്നത് ഈ ഒരു പൊസിഷനിൽ എത്തുന്നതും ഈ 90 എത്തുന്നതും അത് കഴിഞ്ഞ് 180 എത്തുന്നതും ഒക്കെ ഒരേ ടൈമിലാണ്. നോ ഫേസ് ഡിഫറൻസ് ഓർ ഫേസ് ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ രണ്ട് ഫേസേഴ്സും എങ്ങനെ വരക്കും? ഒരേ ഡയറക്ഷനിൽ ഒരേ ലൈനിൽ തന്നെ വരക്കും. പക്ഷെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ വോൾട്ടേജിനേക്കാളും കുറവ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും കറണ്ടിന് വരുന്നത്. സോ ഇതാണ് നിങ്ങൾക്ക് റെസിസ്റ്ററിൻ്റെ അക്രോസ് വോൾട്ടേജ് എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. വോൾട്ടേജ് ആൻഡ് കറണ്ട് വിൽ ബി സെയിം ഫേസ്. ഓക്കെ, സോ ഫേസർ ഒരേ ഡയറക്ഷനിലാണ്. ദർ ഈസ് നോ ഫേസ് ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് വേവ് ഫോം. വോൾട്ടേജ് വേവ് ഫോമും കറണ്ട് വേവ് ഫോമും തമ്മിൽ ഫേസ് ആംഗിൾ ഡിഫറൻസ് ഒന്നും വരില്ല. ഓക്കെ, സോ ഇനി വോൾട്ടേജ് അപ്ലൈ ചെയ്തു, റെസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തു. നൗ യു ഹാവ് ടു ഫൈൻഡ് ദി പവർ. റെസിസ്റ്ററിൽ പവർ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പവർ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഇൻസ്റ്റന്റിലും ഉള്ള പവർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് വി എന്ന് പറയുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ്. അതായത് ഡിഫറെൻറ്റ് ടൈം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈമിൽ ഓരോ ഇൻസ്റ്റന്റിലുള്ള വോൾട്ടേജ് നമുക്ക് കിട്ടും. അതുപോലെ ഐ എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ആണ്. അത് ഓരോ ടൈം ഇവിടെ അപ്ലൈ ചെയ്യുന്നു കറസ്പോണ്ടിങ് കറണ്ടിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, സോ സിമിലർലി യു ഹാവ് ടു ഫൈൻഡ് ദി ഇക്വേഷൻ ഫോർ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പവർ. ഓക്കെ, സോ പവറിന്റെ ഇക്വേഷൻ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പവർ കാൽക്കുലേറ്റ് എന്ത് ചെയ്താൽ മതി? ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്.
ഓക്കെ, വോൾട്ടേജിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിനുള്ള ഇക്വേഷൻ അറിയാം, കറണ്ടിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിനുള്ള ഇക്വേഷൻ അറിയെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ ഈസ് ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഇൻറ്റു ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ആണ്. ഓക്കെ, സോ അടുത്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് പവർ. ഓക്കെ, സോ ഇൻസ്റ്റൻറ്റേനിയസ് പവർ സ്മോൾ പി ആണ് ലെറ്റർ, മാറിപ്പോവരുത്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ ഇത് എഴുതിയെടുക്കാം. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ സ്മോൾ പി ഈക്വൽ ടു എന്താണ്, വി ഇൻറ്റു ഐ, ദാറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഇൻറ്റു ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യാം, നമ്മൾ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. വി ഈക്വൽ ടു എന്താണ്, വി എം സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ, അതായത് നമുക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എന്താണ്, വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഓക്കെ, സോ വെൻ വി അപ്ലൈഡ് എ വോൾട്ടേജ് ഓഫ് വി എം സൈൻ ഒമേഗ ടി, എ കറണ്ട് ഓഫ് ഐ എം സൈൻ ഒമേഗ ടി ഫ്ലോസ് ത്രൂ ദി സർക്യൂട്ട്. ഓക്കെ, സോ വി ഇൻറ്റു ഐ എഴുതുമ്പോൾ എന്ത് ചെയ്യും, വിക്ക് വി എം സൈൻ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സിമിലർലി ഐക്ക് എന്ത് ചെയ്യാം, ഐ എം സൈൻ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, so instantaneous power P equal to V into I, that is instantaneous voltage Vm, voltage എന്തായി Vm sin omega t. Okay, so ഇവിടെ substitute ചെയ്തു. And instantaneous value of current I equal to Im sin omega t. Okay, so Vm sin omega t, Im sin omega t. ഇനി ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. വി എം ഐ എം ഒരുമിച്ച് എഴുതി. ഓക്കെ, സോ വി എം ഇൻറ്റു ഐ എം, ഇവിടെ എന്താണ് സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി. ഓക്കെ, സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സൈൻ സ്ക്വയർ ഒമേഗ ടി. ഓക്കെ, വി എം ഐ എം സൈൻ സ്ക്വയർ ഒമേഗ ടി. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്, സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം ഇൻ ടേംസ് ഓഫ് കോസ് തീറ്റ എഴുതി. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് എഴുതാം. ഇത് മാത്തമാറ്റിക്കൽ ഐഡന്റിറ്റി ആണ്, നിങ്ങൾ മാത്സിൽ ട്രിഗ്നോമെട്രിയിൽ പഠിക്കുന്നതാണ്. ഓക്കെ, സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. അപ്പോൾ ഇവിടെ തീറ്റയ്ക്ക് പകരം ഒമേഗ ടി ആണ്. സോ സൈൻ സ്ക്വയർ ഒമേഗ ടി ഈക്വൽ ടു എന്ത് എഴുതാം, 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2. ഓക്കെ, ഇത് ഇത്രയുള്ള വി എം ഐ എം അതുപോലെ എഴുതി. ആൻഡ് സൈൻ സ്ക്വയർ ഒമേഗ ടി 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2. ഇനി എന്ത് ചെയ്യാം, ഇതിനെ രണ്ട് ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് ഇവിടെ 2 കോൺസ്റ്റന്റ് ആണ്. സോ വി എം ഐ എം ബൈ 2 ഇൻറ്റു 1 മൈനസ് 2 കോസ് ഒമേഗ ടി എഴുതാലോ. അപ്പോൾ ഇനി ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് വരും, വി എം ഐ എം ബൈ 2 ഇൻറ്റു 1 വരും. ദെൻ സെക്കൻഡ് ടേം മൈനസ് വി എം ഐ എം ഇൻറ്റു കോസ് 2 ഒമേഗ ടി ബൈ 2. ഓക്കെ, ഇവിടെ രണ്ട് ടേം വരുന്നില്ല, അതിനെ രണ്ട് ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഈക്വൽ ടു റെസിസ്റ്ററിലൂടെയാണ്, ഓരോ കമ്പോണൻറ്റിലൂടെയുള്ള പവർ ഡിഫറെൻ്റ് ആണ്. സോ ഇൻസ്റ്റൻറ്റേനിയസ് പവർ റെസിസ്റ്റർ P ഈക്വൽ ടു വി എം ഐ എം ബൈ 2 മൈനസ് വി എം ഐ എം ബൈ 2 ഇൻറ്റു കോസ് 2 ഒമേഗ ടി. ഓക്കെ, പക്ഷെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇൻസ്റ്റൻറ്റേനിയസ് പവർ അല്ല, വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ആവറേജ് പവർ. ഓക്കെ, നമ്മൾ ഇതിൽ നിന്ന് ആവറേജ് പവറിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആവറേജ് വോൾട്ടേജും കറണ്ടൊക്കെ ഓരോ വേവ് ഫോമിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. സോ അതുപോലെ ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് പവറിനുള്ള ഇക്വേഷൻ കിട്ടി. സോ now we have to calculate the value of average power. ഓക്കെ, സോ ആവറേജിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, അപ്പോൾ വോൾട്ടേജ് ആണ് തരുന്നതെങ്കിൽ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ 1/t ഇൻ്റഗ്രൽ 0 to t v of t dt. ഓക്കെ, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചത്. സോ അതല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു, 1/t ഏരിയ അണ്ടർ ദി കർവ്. ഓക്കെ, സോ രണ്ട് രീതിയിൽ നമുക്ക് ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിന് ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഇക്വേഷനിൽ രണ്ട് ടേംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 1/t ഇവിടെ വോൾട്ടേജിന് പകരം ഇൻ്റഗ്രൽ 0 to t v of t dt. ഓക്കെ, സോ ഈ രീതിയിലാണ് ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നത്, വോൾട്ടേജിന് പകരം പവർ എഴുതും. അപ്പോൾ ഈ പവറിൻ്റെ ഇക്വേഷനിൽ, ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഇക്വേഷനിൽ രണ്ട് ടേംസ് വരുന്നുണ്ട്. ഫസ്റ്റ് ടേം വി എം ഐ എം ബൈ 2 ആൻഡ് സെക്കൻഡ് ടേം വി എം ഐ എം ബൈ 2 ഇൻറ്റു കോസ് 2 ഒമേഗ ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്കൻഡ് ടേം മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ടേമിൽ എന്താ വരുന്നത്,
കോസ് ഫംഗ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കോസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എങ്ങനെയാ കോസ് ഫംഗ്ഷൻ വരിക? ഒരു പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും ഉണ്ടാവും. ഓക്കെ, സോ ഇതിൻ്റെ ആവറേജ് വാല്യൂ സിമെട്രിക്കൽ വേവ് ഫോം എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആവറേജ് വാല്യൂ ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. പ്രാക്ടിക്കൽ കേസിൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ കൊസൈൻ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരും? ആവറേജ് വാല്യൂ ഈക്വൽ ടു 0 വരും. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ടേമിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ 0 ആയിട്ട് വരും. അപ്പോൾ റിമൈനിങ് ടേം എന്താണ്? Vm/Im/2 ആണ്. സോ Vm/Im/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്റ്റന്റേനിയസ് പവറിന് രണ്ട് ടേംസ് വരും. ഒന്ന് ഒരു കൊസൈൻ ഫംഗ്ഷനും ദെൻ ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, സോ ഒരു ടൈം പീരീഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ കൊസൈൻ ഫംഗ്ഷന്റെ ആവറേജ് വാല്യൂ 0 ആവും. പക്ഷേ ഈ ഡി സിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു വാല്യൂ തന്നെ വരും. ഓക്കെ, അപ്പോൾ ആവറേജ് വാല്യൂ, പവറിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ നമ്മൾ ഇക്വേഷനിലൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഇക്വേഷൻ നോക്കുക. ഇതിൽ ആവറേജ് എടുക്കുമ്പോൾ സെക്കൻഡ് ടേമിൻ്റെ ആവറേജ് 0 ആയിപ്പോൾ സോ ആവറേജ് പവർ ഈക്വൽ ടു എന്തായിട്ട് എടുക്കുക? Vm/Im/2. ഓക്കെ, സോ ഫോർ എ കംപ്ലീറ്റ് സൈക്കിൾ, ഒരു കംപ്ലീറ്റ് സൈക്കിൾ എടുക്കുമ്പോൾ ദ ആവറേജ് വാല്യൂ ഓഫ് Vm/Im/2 cos 2ωt 0 ആവും. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് പവർ ആണ്. അപ്പോൾ ഈ ഇൻസ്റ്റന്റേനിയസ് പവറിൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ആവറേജ് വാല്യൂ, ഈ സെക്കൻഡ് ടേമിൻ്റെ ആവറേജ് വാല്യൂ 0 ആവും. സോ അതുകൊണ്ട് എന്തായിരിക്കും? ആവറേജ് വാല്യൂ ഓഫ് പവർ P ഈക്വൽ ടു ഫസ്റ്റ് ടേം മാത്രം വരും, Vm/Im/2. ഓക്കെ, സോ ഇത് എഴുതി വെക്കണേ. ഫോർ എ കംപ്ലീറ്റ് സൈക്കിൾ ദ ആവറേജ് വാല്യൂ Vm/Im/2 cos 2ωt ഈക്വൽ ടു 0 വരും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആവറേജ് പവർ ഈക്വൽ ടു എന്ത് എഴുതാം? ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആവറേജ് പവർ P ഈക്വൽ ടു Vm/Im/2 വരും. ഓക്കെ, സോ ഈ Vm/Im/2ന് നമുക്ക് രണ്ട് ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, അതായത് ഈ 2 ഈക്വൽ ടു √2 × √2 എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ എന്ത് വരും? Vm/√2 × Im/√2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു സൈൻ വേവിൻ്റെ കേസിൽ Vm/√2 എന്ന് പറയുന്നതാണ് അതിൻ്റെ RMS വാല്യൂ ആണ്. ഓക്കെ, സോ Vm/√2 ഈക്വൽ ടു V ആയിട്ട് എടുക്കാം, Im/√2 I, where V and I are RMS values of the sinusoidal waveform, that is V equal to the Vm/√2 and I equal to Im/√2. ഓക്കെ, ഇതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ഇത്രയും പാർട്ട് മാത്രം എഴുതാം. So average power for whole cycle P equal to Vm/Im/2. That is 2ന് പകരം എന്ത് എഴുതാം? √2 × √2 എന്ന് എഴുതാം. So Vm/√2 × Im/√2. Okay, that is equal to V × I, where V equal to VRMS, that is equal to Vm/√2, and I equal to IRMS equal to Im/√2. Okay, so you have to remember this equation. Average power, റെസിസ്റ്റൻസ് മാത്രം വരുന്ന കേസിൽ ആവറേജ് പവർ ഈക്വൽ ടു V × I. ഓക്കെ, സോ ഇത് തെറ്റിപ്പോയെങ്കിൽ ഇവിടെ തന്നെ എഴുതി വെക്കുക VRMS × IRMS. ഈ VI എന്ന് പറയുന്നത് RMS വാല്യൂസ് ആണ്. സോ ആവറേജ് പവർ P ഈക്വൽ ടു VRMS × IRMS. ഓക്കെ, നമ്മൾ മുന്നേ വോൾട്ടേജ് കറണ്ട് വേവ് ഫോം വരച്ചിരുന്നു. ഓക്കെ, ഇവിടെ വോൾട്ടേജ് ആൻഡ് കറണ്ട് വേവ് ഫോം വരച്ചില്ലേ? ഇതിൻ്റെ കൂടെ നമുക്ക് എന്തും വരക്കാം? ഇൻസ്റ്റന്റേനിയസ് പവറിൻ്റെ വേവ് ഫോം വരക്കാം. ഇൻസ്റ്റന്റേനിയസ് പവർ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? ഇൻസ്റ്റന്റേനിയസ് പവർ P ഈക്വൽ ടു V × I ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ അല്ലേ ചെയ്തത്? അപ്പോൾ ഈ വേവ് ഫോം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് പവറിൻ്റെ ഇക്വേഷൻ വേവ് ഫോം പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ വരിക? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വോൾട്ടേജ് പോസിറ്റീവ് ആണ്, കറണ്ടും പോസിറ്റീവ് ആണ്. ഓക്കെ, സോ ഇൻസ്റ്റന്റേനിയസ് പവർ P ഈക്വൽ ടു എന്ത് വരും? വോൾട്ടേജ് × കറണ്ട് ആണ്. അപ്പോൾ ഈ ഓരോ പോയിന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 0 വരും. ദെൻ ഈ ഓരോ പോയിന്റ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെ മാക്സിമം വാല്യൂ വരും. ഓക്കെ, സോ ഇൻസ്റ്റന്റേനിയസ് ഇതിൻ്റെ കൂടെ പവറിൻ്റെ വേവ് ഫോം കൂടെ വരച്ചു വെക്കുക. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പവർ ഇത് വരും. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോഴെന്താണ്? നെഗറ്റീവ് സൈക്കിളിൽ എടുക്കുമ്പോൾ ഇവിടെ പവർ എന്താണ്? വോൾട്ടേജും കറണ്ടും ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും നെഗറ്റീവ് വാല്യൂസ് അല്ലേ? സോ നെഗറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും?
പോസിറ്റീവ് അല്ലേ വരിക. സോ പവർ ഇങ്ങനെ വരും. ഓക്കെ, സോ വോൾട്ടേജ് കറണ്ട് വേവ് ഫോമിൽ ഇതും കൂടെ വരച്ചു വെക്കുക. ഇത് ഇൻസ്റ്റന്റേനിയസ് പവർ. ഓക്കെ, പി. സോ ഇൻസ്റ്റന്റേനിയസ് പവർ പി ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. സോ ഓരോ പോയിന്റ് ബൈ പോയിന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും വോൾട്ടേജും കറണ്ടും പോസിറ്റീവ് ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ തന്നെ കിട്ടും. ദെൻ ഹിയർ കറണ്ട് ഈസ് നെഗറ്റീവ് ആൻഡ് വോൾട്ടേജ് ഓൾസോ നെഗറ്റീവ്. സോ നെഗറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? പവർ പോസിറ്റീവ് വരും. ഓക്കെ, സോ അതാണ് ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ വേവ് ഫോം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻഡക്ടർ ആണ്. എല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നോക്കണ്ട, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, റെസിസ്റ്ററും ഇൻഡക്ടറും ഒക്കെ കൂടെ ഒരുമിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ വോൾട്ടേജിൻ്റെത് മാത്രം ഓർത്ത് വെക്കുക. എ സി സർക്യൂട്ട്, റെസിസ്റ്റർ എ സി സർക്യൂട്ടിന് അക്രോസ് ഒരു റെസിസ്റ്റർ, പ്യുവർ റെസിസ്റ്ററിന് അക്രോസ് എ സി വോൾട്ടേജ് സോഴ്സ് അപ്ലൈ ചെയ്യാണ്. ദെൻ കറണ്ട് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റർ ഐ ഈക്വൽ ടു എന്ത് വരും? ദിസ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ആർ, അതായത് ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി വരും. or ഐ എം ഈക്വൽ ടു വി എം ബൈ ആർ ആണ്. ഓക്കെ, ഇനി ഇത് രണ്ടും തമ്മിൽ, കറണ്ടും വോൾട്ടേജും തമ്മിൽ ഫേസ് ആംഗിൾ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. നോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി റെസിസ്റ്റീവ് സർക്യൂട്ട്. ഓക്കെ, സോ രണ്ടും തമ്മിലുള്ള ഫേസ് ആംഗിൾ ഡിഫറൻസ് 0 ആണ്. സോ വേവ് ഫോം പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരേ രീതിയിൽ വരക്കാം, അതുപോലെ ഫേസറും ഒരേ ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, then instantaneous power equal to instantaneous voltage into current ആണ്. വി എം സൈൻ ഒമേഗ ടി ഇൻറ്റു ഐ എം സൈൻ ഒമേഗ ടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ വി എം ഐ എം സൈൻ സ്ക്വയർ ഒമേഗ ടി, സൈൻ സ്ക്വയറിന് പകരം എന്തെടുക്കുന്നു? 1 മൈനസ് കോസ് ടു ഒമേഗ ടി ബൈ 2. ദെൻ ഇതിനെ രണ്ട് ടേമായി സ്പ്ലിറ്റ് ചെയ്തു. സോ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് പവർ ആണ്. സോ ആവറേജ് പവർ എന്ന് പറയുമ്പോൾ എന്ത് വേണം? ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ കംപ്ലീറ്റ് സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരും? ഈ കോസ് ടു ഒമേഗ ടി ഒരു സൈക്കിൾ എടുക്കുമ്പോൾ 0 ആയിപ്പോവും. സോ ആവറേജ് പവർ എന്ന് പറയുന്നത് വി എം ഐ എം ബൈ 2 ആയിരിക്കും. ഓക്കെ, സോ വി എം ഐ എം ബൈ 2നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 ഈക്വൽ ടു √2 ഇൻറ്റു √2 എഴുതി. ദാറ്റ് ഈസ് വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. ഓക്കെ, സോ ആവറേജ് പവർ പി ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. സോ ഇവിടെ നമുക്ക് വോൾട്ടേജും കറണ്ടും പോസിറ്റീവ് നെഗറ്റീവ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ പവർ എപ്പോഴും ഇൻസ്റ്റന്റേനിയസ് പവർ കിട്ടുക എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് പവർ കിട്ടുക. ഓക്കെ, നേരത്തെ മുന്നത്തെ അതേ വേവ് ഫോം തന്നെ, വോൾട്ടേജ് കറണ്ട് ദെൻ ഇത് പവറിൻ്റെ വേവ് ഫോം. ഓക്കെ, സോ ഇത്രയാണ് റെസിസ്റ്റീവ് സർക്യൂട്ടിൽ വരുന്നത്. നമുക്ക് ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ ലിൻവേസിൽ അസൈൻമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അസൈൻമെൻറ്റ് നിങ്ങൾ ഇനിയിപ്പോൾ